പ്രകൃതിയാൽ വിസ്മയം തീർക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാവിലേക്ക് 53 ഏക്കറാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പുണ്യമായ വനം. ഈ കാവിൻ്റെ സംരക്ഷണ വലയത്തിലേക്ക് കടക്കുന്ന നിമിഷം മുതൽ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ സഞ്ചരിച്ചത്. എൻ്റെ ഓരോ ചുവടുകളിലും ഞാൻ മനസ്സിലാക്കുന്നു അത് പ്രകൃതിയിലേക്കു തന്നെയുള്ള ലയനം തന്നെയാണെന്നത്. അതുതന്നെയാണ് എൻ്റെ ഓരോ യാത്രകളിലും ഞാൻ അനുഭവിക്കുന്നത്. ഒരിക്കലും വറ്റാത്ത നീരുറവ ഈ കാവിൻ്റെ ഒരു പ്രധാന ആകർഷണീയത തന്നെയാണ്. ഈ കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തന്നെയാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വനദുർഗാ ക്ഷേത്രം. കാലങ്ങളായി ഭൂമി തണലിൽ കിടന്നുറങ്ങുന്നതിനാൽ മരങ്ങളുടെ മേലാപ്പിന് നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെയുണ്ട്. ഈ കാവിലെ എല്ലാ മരങ്ങളെയും ദൈവങ്ങളായി കണക്കാക്കപ്പെടുന്നു. വന്യമൃഗങ്ങളൊന്നും തന്നെയില്ല. ഇതുതന്നെയല്ലേ എന്നിലേക്ക് തന്നെയുള്ള എൻ്റെ ആത്മയാത്ര. കാടിനു നടുവിൽ കഥകൾ ഉറങ്ങുന്ന ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂർ പട്ടണത്തിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെയാണ്. നിരവധി ആരാധനാ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഇരിങ്ങോൾ കാവ് എന്ന പേരിനു പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. അസുര രാജാവായിരുന്ന കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനെ വധിക്കുവാനായി എത്തിയപ്പോൾ കണ്ടത് ഒരു പെൺകുഞ്ഞിനെയായിരുന്നു. എന്നിട്ടും തൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കാതെ അതിനെ കൊല്ലുവാനായി എടുത്ത് മുകളിലേക്കുയർത്തിയതും പൊടുന്നനെ ആ പെൺകുഞ്ഞ് തെന്നിമാറി ആകാശത്തേക്കുയർന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ഈശ്വര ചൈതന്യമടങ്ങിയ ആ വെളിച്ചം പതിച്ച ആദ്യ സ്ഥലത്ത് ദേവി വസിക്കുവാനെത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ സമയത്ത് ആകാശത്തു നിന്നുള്ള പുഷ്പവൃഷ്ടിയിലൂടെ ദേവിക്ക് കാവലായി മരങ്ങൾ മുളപൊട്ടി വൻ കാവായി പരിണമിച്ചുവെന്നും കരുതപ്പെടുന്നു. ദേവി വന്നിരുന്ന സ്ഥലത്തെ ആദ്യകാലത്ത് ഇരുന്നോൾ കാവ് എന്നും കാലക്രമേണ ആ പേര് ഇരിങ്ങോൾ എന്നും വിളിക്കപ്പെട്ടു അത്രേ. ഇവിടുത്തെ തടിയോ ശിഖരങ്ങളോ മുറിക്കുകയോ വീണമരങ്ങൾ മറ്റാവശ്യങ്ങൾക്കായി എടുക്കപ്പെടുകയോ ഇല്ല. ഭഗവതി ഗന്ധം ഇഷ്ടപ്പെടാത്തതിനാൽ തന്നെ സുഗന്ധപുഷ്പങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കാറില്ല. മുല്ലപ്പൂ ചൂടി വരുന്ന സ്ത്രീകളോട് പ്രത്യേകം ആചാരം പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. ശർക്കരയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വിവാഹം, കെട്ടുനിറ, രാമായണ പാരായണം എന്നിവ ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല. വനപ്രതീതിക്കപ്പുറം അപൂർവ ഇനം ഔഷധ സസ്യങ്ങൾ, ചിത്രശലഭങ്ങൾ, ഇഴജന്തുക്കൾ തുടങ്ങി വളരെ വലിയ ഒരു ജൈവിക വൈവിധ്യമാണ് ഈ കാവിലുള്ളത്. നാഗഞ്ചേരി മനയുടെ ഉടമസ്ഥതയിലായിരുന്ന ഈ കാവ് പിന്നീട് സർക്കാരിന് വിട്ടു നൽകി. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇത് നിലനിൽക്കുന്നത്. എറണാകുളം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നാഗഞ്ചേരി മനയുടെ സമീപം ഒരു പാർക്കും വിനോദസഞ്ചാരികൾക്ക് ഉല്ലസിക്കാനുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്, അനുഭവ പാഠങ്ങളാണ്. ആർക്കും അനുഭവിക്കാനാകാത്ത അത്ഭുതങ്ങളായ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് അവസരം ജഗദീശ്വരൻ സമ്മാനിച്ചിട്ടുണ്ട്.
ഈ പ്രകൃതി, ഈ കാവ് എന്നിവ അതിന് സാക്ഷിയാണ്. വ്യത്യസ്തമായ കാഴ്ചകൾ, വ്യത്യസ്തമായ അനുഭവങ്ങൾ. യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.